മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 8 തൊട്ട് വായിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവിടുന്ന് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവായ യേശു രണ്ടാമതും വരുവാൻ സമയമായി. ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന് ശേഷം ആർക്കും മാനസാന്തരപ്പെടുവാനോ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് രക്ഷയിലേക്ക് വരുവാനോ സാധിക്കുകയില്ല. നോഹയുടെ കാലത്ത് നോഹയും കുടുംബാംഗങ്ങളും മൃഗങ്ങളും പെട്ടകത്തിനുള്ളിൽ കയറി. വെള്ളം പെട്ടകത്തിന് പുറത്താണ് വലിയ ന്യായവിധി. ഒരുപക്ഷെ ജനങ്ങൾ പെട്ടകത്തിനുള്ളിലേക്ക് കയറുവാൻ നോഹയെ വാതിൽ തുറക്കണമേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നോഹയ്ക്ക് സാധ്യമല്ല. പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് നോഹയല്ല, ദൈവമാണ്. ഇതുപോലെ ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിൽ ധാരാളം ആളുകൾ, ക്രിസ്തുവിനെ കുത്തിത്തുളച്ചവരും ക്രിസ്തുവിനെ പരിഹസിച്ചവരും നിന്ദിച്ചവരും, അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇന്നത്തെ കള്ളപ്രവാചകന്മാരും, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, ക്രിസ്തുവിനെ പല രീതിയിൽ അവഹേളിച്ചവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അങ്ങനെ ഒരുപാട് ദൈവദൂഷണം പറഞ്ഞ ആളുകൾ, മ്ലേച്ഛത പ്രവർത്തിച്ചവർ, കുഞ്ഞാടിന്റെ ക്രോധം അവർക്കെതിരെ പ്രത്യക്ഷപ്പെടുന്ന ആ ദിവസം അവർ രക്ഷയ്ക്കായി തീർച്ചയായും നിലവിളിക്കും. കുന്നുകളോടും പർവ്വതങ്ങളോടും ഞങ്ങളെ വന്ന് മൂടുവിൻ, ഈ ദൈവത്തിന്റെ ക്രോധം ഞങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, ഞങ്ങൾ ഒളിക്കട്ടെ. പക്ഷെ അവർക്ക് ഒളിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ന്യായവിധി. എന്നാൽ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് ക്രിസ്തുവിന്റെ വരവ് ദീർഘമാക്കുന്നു. ഇനിയും ആരെങ്കിലും മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ രക്ഷ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് താമസിക്കുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3:9. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ഈ ദീർഘക്ഷമ അവഗണിക്കുന്നവരുണ്ട്. ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് സംഭവിക്കാൻ പോകുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെയുള്ള പരിഹാസികൾ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എന്നാൽ രക്ഷപ്പെടുവാനായി കർത്താവ് അവർക്ക് നൽകിയ അവസരത്തെ അവർ അവഗണിച്ചാൽ പിന്നെ ശിക്ഷാവിധിയല്ലാതെ മറ്റൊന്നുമില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായം 3 തൊട്ട്. മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഒരിക്കലൊരു മദ്യപാനി അദ്ദേഹത്തോട് പാസ്റ്റർ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, മദ്യപാനം നിർത്തി. എന്നാൽ വീണ്ടും അദ്ദേഹം മദ്യപാനത്തിന്റെ പിടിയിലായി. ആ മദ്യപാനി ചിന്തിച്ചു, ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ഞാൻ നശിച്ചു. പാസ്റ്റർ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഈ സഹോദരൻ വീണ്ടും മദ്യത്തിലേക്ക് വീണുപോയ സഹോദരൻ പറഞ്ഞു, ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല,
ഞാൻ നശിച്ചു. പക്ഷേ പാസ്റ്റർ പറഞ്ഞു, സഹോദര, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ എന്തിനു നശിക്കണം? സമയം വൈകിയിട്ടില്ല. കാരണം ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഇതുവരെ വന്നിട്ടില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. ആ വാക്യം കേട്ടപ്പോൾ ഈ സഹോദരനൊരു കാര്യം മനസ്സിലായി. ഞാൻ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പിന്നീട് ഒരിക്കലും പഴയ പാപത്തിലേക്ക് തിരിച്ചു പോയില്ല. ഏത് പാപിക്കും വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണ് ഇത്. ലോകത്തിൽ ഇന്ന് ധാരാളം പേർ ഞാൻ നശിച്ചു, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, ഒരുപാട് പാപങ്ങൾ, പ്രലോഭനങ്ങൾ, അവ എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ എല്ലാം കൊണ്ട് നശിച്ചു എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. ആരും നശിച്ചു പോകാതെ. വെളിപ്പാട് 3:20 ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഏത് പാപിക്കും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഇതുവരെ സംഭവിക്കാതിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുവാൻ ഒരവസരമുണ്ട്. ആ അവസരം തള്ളിക്കളഞ്ഞാൽ മറ്റൊരു അവസരവും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പലരും നരകത്തിൽ പോകുന്നത്? അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ ദൈവം അവസരം കൊടുക്കാഞ്ഞിട്ടല്ല. അവർ മനഃപൂർവ്വമായി ഈ രക്ഷകനെയും ഈ ആത്മരക്ഷയെയും തള്ളിക്കളയുന്നത് കൊണ്ടാണ്. കാരണം ദൈവത്തിന്റെ ആഗ്രഹം ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ മനുഷ്യൻ അവന്റെ അവിശ്വാസം ബാധിച്ച കഠിന ഹൃദയത്താൽ ക്രിസ്തുവിനെയും രക്ഷയെയും ഈ വിശുദ്ധ ലിഖിതങ്ങളെയും തള്ളിക്കളഞ്ഞ് മ്ലേച്ഛതയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നരകത്തിലേക്ക് പതിക്കേണ്ടി വരുന്നത്. 2 പത്രോസ് 3:9 വീണ്ടും വായിക്കുന്നു, കാലതാമസത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ആരും നശിക്കരുത്. കാരണം എല്ലാവരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തി പോലും നശിക്കരുത്. ദൈവം എല്ലാ മനുഷ്യരെയും തൻ്റെ സ്വന്തം സ്വരൂപത്തിലും ഛായയിലുമാണ് സൃഷ്ടിച്ചത്. നരകം പിശാചിനായി ഒരുക്കപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യന്റെ അവിശ്വാസ നിമിത്തമാണ്, ഹൃദയകാഠിന്യത്താൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിമിത്തമാണ്, രക്ഷിതാവിനെ തള്ളിക്കളയുന്നത് കൊണ്ട് നിമിത്തമാണ് അവന് നരകത്തിൽ പോകേണ്ടി വരുന്നത്. എന്നാൽ ഒരുവൻ ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, ആ വചനം കേട്ട് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ, ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ക്രിസ്തുവിന്റെ ആഹ്വാനം കേട്ട് മാനസാന്തരപ്പെട്ടാൽ, ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചാൽ നിത്യനരകത്തിൽ അവൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ അവകാശിയാകും. ഇപ്രകാരം നിത്യമായ നരകത്തിലേക്ക് നിത്യമായ നരകത്തിൽ പോകേണ്ട ഒരു പാപി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. ലൂക്കോസ് 15:6 തൊട്ട് വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം ധ്യാനിക്കുന്ന വാക്യത്തിൽ 2 പത്രോസ് 3:9 ആരും നശിച്ചു പോകാതെ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഈ വാക്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. യൂണിവേഴ്സലിസം, എല്ലാവർക്കും രക്ഷ,
മാനസാന്തരപ്പെടേണ്ട, ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, ആരും നശിക്കില്ല. കാരണം എന്താണ് എഴുതിയിരിക്കുന്നത്? ആരും നശിച്ചു പോകാതെ. പക്ഷെ ചില വ്യവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. മാനസാന്തരപ്പെടണം, കർത്താവിനെ അനുഗമിക്കണം, അല്ലാതെ ആരും നശിച്ചു പോകരുത്, അല്ലാതെ ആരും നശിക്കില്ല എന്നല്ല ഈ വാക്യം പറയുന്നത്. ഇപ്പോൾ ക്രിസ്തു യേശുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആരും നശിക്കില്ല. എപ്പോൾ? രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ. മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ രക്ഷകനെ തള്ളിയാൽ, ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ ശിക്ഷാവിധിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? അല്ലാതെ ആരും നശിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകും, വിശ്വാസികളെ അവിശ്വാസികളെ എല്ലാവരെയും. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയില്ല. മറ്റൊരു കുറുക്കു വഴിയിലൂടെ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതേസമയം തന്നെ എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ ദൈവം വഴി തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തന്റെ സ്വന്തം രക്തം ചിന്തി ക്രൂശിൽ മരിച്ചത്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിക്കുന്നു. അവിടുന്ന് വീണ്ടും രാജാതി രാജാവായി കർത്താതി കർത്താവായി വരും. തന്നെ വിശ്വസിച്ച് അനുസരിച്ചവർക്ക് സ്വർഗരാജ്യമെന്ന ശാശ്വത അവകാശം നൽകുവാൻ അവിടുന്ന് വരുന്നു. തന്നെ നിഷേധിച്ചവർക്ക് നിത്യശിക്ഷാവിധി കൊടുക്കുവാൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി അവിടുന്ന് വരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അപ്പസ്തോല പ്രവർത്തനം 19:4. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. ഈ വാക്യത്തിൽ മാനസാന്തരത്തെക്കുറിച്ച്, അനുതാപത്തെക്കുറിച്ച് പറയുന്നു. 2 പത്രോസ് 3:9 വാക്യം, 2 പത്രോസ് 3:9 നമ്മൾ ധ്യാനിക്കുന്നത്. ഈ വാക്യത്തിൽ അതിപ്രധാനമായ വിഷയങ്ങളാണ്. അത് ചുരുക്കിയാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കുന്നത്. ഇവിടെ പറയുന്നത്, കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ഏവയാണ്? അത് ചിലത് നമ്മൾ ചിന്തിച്ചു. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ക്രിസ്തു വീണ്ടും വരും. ഇനി ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുക, അത് വലിയ ഒരു വിഷയമാണ്. മാനസാന്തരപ്പെടണം. സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. ഈ വാക്യത്തിൽ മറ്റൊരു വലിയ വിഷയമാണ് മാനസാന്തരം. ഇനി മറ്റൊന്ന്, നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ദൈവത്തിന്റെ ദീർഘക്ഷമ, അതും വലിയ വിഷയമാണ്. അതുകൊണ്ട് ഒറ്റ വാക്യത്തിൽ തന്നെ വലിയ വിഷയങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനസാന്തരം, ദൈവത്തിന്റെ ദീർഘക്ഷമ, അതിനെക്കുറിച്ചൊക്കെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവ വിശദീകരിക്കുന്നില്ല. എന്തായാലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:19 തൊട്ട്, അഗ്രിപ്പ രാജാവേ, ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. പ്രത്യുത ആദ്യം ദമാസ്കസിലുള്ളവരോടും പിന്നെ ജെറുസലേമിലും യൂദാ മുഴുവനിലും ഉള്ളവരോടും വിജാതീയരോടും അവർ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുകയത്രേ ചെയ്തത്. ഇതാണ് പൗലോസ് പ്രസംഗിച്ചത്. മാനസാന്തരപ്പെട്ട് തന്നിലേക്ക്, പൗലോസിലേക്ക് തിരിയുകയല്ല, കർത്താവിലേക്ക് തിരിയണം. ഇനി ഈ അവസരം ഉപയോഗിക്കുന്നില്ല എങ്കിലോ, മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരുവനെ ക്ഷണിക്കുന്നു, അവനത് തള്ളിക്കളയുകയാണ്. എന്നാൽ ക്രിസ്തു രണ്ടാമത് വരുന്നു. ഈ തള്ളിക്കളഞ്ഞ വ്യക്തി ഒരിക്കലും ക്രിസ്തു രണ്ടാമത് വരും, എന്നെ ന്യായം വിധിക്കും, അത് വിശ്വസിച്ചവനല്ല. പക്ഷേ അവന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഇതാ ക്രിസ്തു രാജാതി രാജാവായി അവനെ ന്യായം വിധിക്കാൻ വരുന്നു.
ആ സമയത്ത് എത്ര തേങ്ങിക്കരഞ്ഞാലും നെഞ്ചത്തടിച്ചാലും രക്ഷിക്കപ്പെടുകയില്ല. എബ്രായ ലേഖനം 12-16 തൊട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണുനീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഏസാവ് കടിഞ്ഞൂൽ പുത്രസ്ഥാനം അതിന്റെ വില മനസ്സിലാക്കാതെ തള്ളിക്കളഞ്ഞവനാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി, ഏറ്റവും വിലപ്പെട്ട ഒന്നാണല്ലോ ഞാൻ തള്ളിക്കളഞ്ഞത്. അവൻ കരഞ്ഞു, പക്ഷേ അവനത് തിരികെ കിട്ടിയില്ല. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് പലരും അവർക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നീട്ടിക്കൊടുക്കുമ്പോൾ സുവിശേഷം കേൾക്കുവാൻ വിവിധ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷകന്റെ വ്യക്തിപരമായ സുവിശേഷ സന്ദേശ നിമിത്തമൊക്കെ സുവിശേഷം കേൾക്കുവാനുള്ള അവസരം ദൈവം അവർക്ക് മുന്നിൽ വെച്ചു കൊടുക്കാറുണ്ട്. ചിലർ ഈ സുവിശേഷത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, അവർ രക്ഷിക്കപ്പെടുന്നു. ചിലർ തള്ളിക്കളയുമ്പോൾ ശിക്ഷാവിധിയാണ് ചോദിച്ചു വാങ്ങുന്നത്. ഇതാ ഒരു ജയിലധികാരി 2000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ നിരാശയോടെ തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതി ആത്മഹത്യക്കായി തുനിയുകയാണ്. അപ്പോൾ ദൈവദാസനായ പൗലോസിന്റെ ശ്രദ്ധയിൽ അത് പെട്ടു. പൗലോസ് പറഞ്ഞു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ആ ജയിലധികാരി മാനസാന്തരപ്പെടുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷയുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും ആത്മരക്ഷയുണ്ട്. അവൻ യേശുവിൽ വിശ്വസിക്കുന്നു, സ്നാനപ്പെടുന്നു. ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വീടടക്കം ആനന്ദിച്ചു. എന്നാൽ നേരെ മറിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള സന്ദേശം പൗലോസ് പറയുമ്പോൾ ഈ ജയിലർ ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക, എനിക്ക് മനസ്സില്ല, എനിക്ക് രക്ഷ വേണ്ട, യേശുവിൽ ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ കുടുംബവും ഞാനും നശിച്ചോട്ടെ. അങ്ങനെ ഹൃദയകാഠിന്യം ബാധിച്ച അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ ഈ ആത്മരക്ഷയിലേക്ക് വരികയില്ലായിരുന്നു. ദൈവം അവസരം വെച്ച് നീട്ടുന്നവനാണ്. കാരണം ഒരു വ്യക്തി പോലും നശിക്കരുത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:30 തൊട്ട്, അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? പൗലോസിനോടും സീലാസിനോടും ജയിലധികാരി ചോദിക്കുകയാണ്, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, പൗലോസും സീലാസും പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 2000 വർഷം മുമ്പ് ഒരു ജയിൽ മുറിക്കുള്ളിൽ മുഴങ്ങിക്കേട്ട ഒരു തിരുവചനം. അവിടെ വലിയ ശബ്ദ സംവിധാനങ്ങളില്ല, ലൈറ്റ് അറേഞ്ച്മെന്റ് ഇല്ല. അരണ്ട വെളിച്ചത്തിൽ ഇതാ ഒരു വചനം മുഴങ്ങുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അന്ന് മുഴങ്ങിയ ആ വചനം 2000 വർഷമായി ലോകത്തിൽ ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായി ഈ രക്ഷ അനുഭവിച്ചവർ മറ്റുള്ളവരോട് ഈ വാക്യം പറയുന്നു. വലിയ ശബ്ദ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാക്യം ലോകത്തിൽ മുക്കിലും മൂലയിലും ഉദ്ഘോഷിക്കപ്പെടുന്നു. വളരെ വ്യക്തിപരമായി സ്വകാര്യമായി ഈ വാക്യം പലരും വ്യക്തികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സന്ദേശം കേട്ട് അനേകർ രക്ഷിക്കപ്പെടുന്നു. തിരസ്കരിക്കുന്ന ധാരാളം പേർ ശിക്ഷാവിധി ചോദിച്ചു വാങ്ങുന്നു. അതുകൊണ്ട് പത്രോസ് പറയുന്നു, 2 പത്രോസ് 3:9, കാലതാമസത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്
നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തായാലും ആരൊക്കെ സംശയിച്ചാലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് 2000 വർഷമായി നടന്നില്ല, ഇനി നടക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ പരിഹാസികൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് പുച്ഛിച്ചാലും, ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. ക്രിസ്തു വരും എന്ന് പറഞ്ഞാൽ വരും. ആരുടെയും അഭിപ്രായത്തിന് പ്രസക്തിയില്ല. അവിടുന്ന് വരും. അത് വിശ്വസിച്ച് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, ക്രിസ്തുവിന്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. 2 പത്രോസ് എബ്രായ ലേഖനം 10-ാം അധ്യായം 36 തൊട്ട്, എബ്രായ ലേഖനം 10:36 തൊട്ട്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയമേയുള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അവൻ താമസിക്കില്ല, വരാതിരിക്കില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. 2000 വർഷമായി ദൈവസഭ കാത്തിരിക്കുകയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് 2000 വർഷം പിന്നിട്ടു? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് അനേകരോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് വൈകുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നമ്മൾ ഇതുവരെ ധ്യാനിച്ചത് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യമാണ്. ഇനി അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 2 പത്രോസ് 3:10. 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ദൈവത്തിന്റെ കാര്യപരിപാടി ദൈവത്തിന്റെ സമയത്ത് ദൈവം പൂർത്തീകരിക്കും. മനുഷ്യന്റെ സമ്മതത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ദൈവം തൻ്റെ പദ്ധതികൾക്ക് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇവിടെ പരിഹാസികൾ അവിടുത്തെ വാഗ്ദാനത്തെക്കുറിച്ചുള്ള, കർത്താവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. ഈ പരിഹസിക്കുന്നവരും ഒട്ടും വിചാരിക്കാത്ത നാളിലായിരിക്കും കർത്താവിന്റെ വരവ്. അതുപോലെ വിശ്വാസികൾക്കും മുൻകൂട്ടി അറിയാൻ സാധ്യമല്ല കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ആരും പ്രതീക്ഷിക്കാത്ത നാഴികയിൽ കർത്താവ് വരും. കർത്താവിന്റെ ദിവസം കള്ളനെപ്പോലെ വരും. അതുകൊണ്ട് ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. ഇന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. കറ, മാലിന്യം ഇവയൊന്നുമില്ലാതെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ആത്മമണവാളനെ എതിരേൽക്കാൻ വേണ്ടി ജാഗ്രതയോടെ ഓരോ ദിവസവും പിന്നിടുന്നവരാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ. വിശുദ്ധ ബൈബിളിൽ കർത്താവിന്റെ വരവ് കള്ളനെ പോലെയായിരിക്കുമെന്ന് പലതവണ ആവർത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്ത നാളിലാണല്ലോ കള്ളൻ വരിക. ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ആർക്കും, ഒരു മനുഷ്യന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുകയില്ല, എത്ര ഭക്തരായാലും. ധാരാളം ആളുകൾ, വ്യാജപ്രവാചകന്മാർ ക്രിസ്തുവിന്റെ വരവ് ഇന്ന ദിവസമായിരിക്കും, ഇന്ന വർഷമായിരിക്കുമെന്ന് പ്രവചിച്ചു. അതെല്ലാം തെറ്റിപ്പോയി. അവരുടെ അനുയായികൾ നശിച്ചുപോയി. കാരണം പിതാവായി ദൈവം നിശ്ചയിച്ച സമയത്താണ് യേശു വരിക. ഒരു മാലാഖയോട് ചോദിക്കുകയാണ്, മാലാഖേ, എന്നാണ് യേശുവിന്റെ വരവ്? മാലാഖ പറയും, എനിക്കറിയുകയില്ല. പിതാവായ ദൈവം നിശ്ചയിച്ച സമയത്താണ് യേശു വരിക. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒരു കള്ളൻ വരുന്നത് എന്തിനാണ്? ആർക്കും അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയല്ല,
യേശു പറഞ്ഞിട്ടുണ്ട്, കള്ളൻ വരുന്നത് അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനുമാണ്. കള്ളൻ എന്നുള്ളത് പിശാചാണ്, നമുക്കറിയാം. എന്നാൽ ഇവിടെ കള്ളൻ എന്ന് പറയുന്നത് ആരും വിചാരിക്കാത്ത സമയത്തിൽ കള്ളൻ വരുന്നത് പോലെ. യേശു എന്തിനാണ് വരുന്നത്? ആദ്യം എന്തിനാണ് വന്നത്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധമായി ജീവൻ നൽകുവാനുമാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ ഈ സമൃദ്ധമായി ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്ക് സ്വർഗരാജ്യമെന്ന ശാശ്വത സ്ഥലം നൽകുവാൻ യേശു വീണ്ടും വരുന്നു. അത് ദൈവമക്കൾക്ക് അറിയുകയില്ല. ആ സമയം അവർ കാത്തിരിക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ എന്റെ പക്കലുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും. അത് ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന് മാറ്റമില്ല. പക്ഷേ സമയം നമുക്ക് ആർക്കും അറിയുകയില്ല. ആരെങ്കിലും സമയം പ്രവചിക്കുകയാണെങ്കിൽ ആ പ്രവചിക്കുന്ന വ്യക്തി കള്ളപ്രവാചകനാണെന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ വരവ് എങ്ങനെയായിരിക്കുമെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:42 തൊട്ട്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. വീണ്ടും തിരുവചനത്തിൽ കള്ളൻ വരുന്നത് പോലെ മുന്നറിയിപ്പില്ലാതെ ക്രിസ്തു വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രവാചകനും ഇക്കാര്യം അറിയുകയില്ല, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഡേറ്റ്. ലൂക്കോസ് 12:38 തൊട്ട്, അവൻ രാത്രിയിലോ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇതറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. ഇനി തെസ്സലോനിക്ക ലേഖനത്തിലും ക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെയാകും. അതായത് ആരും മുൻകൂട്ടി വിചാരിക്കാത്ത നാഴികയിലാകും ക്രിസ്തു വരിക എന്ന് സാരം. 1 തെസ്സലോണി 5:1 തൊട്ട്, സഹോദരന്മാരെ സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിന്റെ ദിവസം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളോട് ഏതെങ്കിലും കള്ളപ്രവാചകന്മാർ ക്രിസ്തു ഇത്രാം വർഷം ഇത്രാം തീയതി വരുമെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. കാരണം എന്താണ്? രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിന്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് അല്പമായ അറിവല്ല, നന്നായിട്ടറിയാം. ക്രിസ്തു കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയായിരിക്കും വരിക. മുൻകൂട്ടി പറയാതെയായിരിക്കും ക്രിസ്തുവിന്റെ വരവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ധാരാളം ആളുകൾ ഇന്ന് സുവിശേഷം അവരോട് പറയുമ്പോൾ, മാനസാന്തരപ്പെടണം, സഹോദര രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അല്പം പോലും ചെവി കൊടുക്കാത്തവരുണ്ട്. ചിലർ സുവിശേഷം അംഗീകരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, അവർ രക്ഷിക്കപ്പെടുന്നു. ഇനി ദൈവസഭയ്ക്കകത്ത് തന്നെ ചിലപ്പോൾ ഭാഗികമായി മാനസാന്തരപ്പെട്ടവർ ഉണ്ടായിരിക്കും. വിശുദ്ധിയെ തികയ്ക്കാതെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാത്ത വിശ്വാസികൾ. അവർക്കൊരു കാര്യം അറിയാം, യേശു വീണ്ടും വരും, ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടും, ഇതെല്ലാം നശ്വരമാണ്, ക്രിസ്തു വരും, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുന്ന് സ്ഥാപിക്കും. ഇക്കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വേണ്ടതുപോലെ ഒരുങ്ങാതെ ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്ന വിശ്വാസികളും ഇന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം അവിശ്വാസിയല്ല, വിശ്വാസിയാണ്, സ്നാനപ്പെട്ടു, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു. പക്ഷേ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ജീവിതത്തിലില്ല. അങ്ങനെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? വെളിപ്പാട് 3-ാം അധ്യായം 3-ാം വാക്യം,
ഇത് ദൈവസഭയോട്, വിശ്വാസികളോട് പറയുന്ന ദൂതാണ്. വെളിപ്പാട് 3:3. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. വിശ്വാസികളിൽ തന്നെ 2 ഗ്രൂപ്പുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് പൂർണ്ണമായും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് വചനത്തിനും ജീവിത വിശുദ്ധിക്കും 1-ാം സ്ഥാനം കൊടുത്ത് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് എന്നായിരിക്കും നോക്കി പാർത്തിരിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ മറുഭാഗത്ത് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് സംഭവിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലും ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാത്ത വിശ്വാസികളുണ്ട്. ആദ്യത്തെ കൂട്ടർക്ക് ക്രിസ്തു കള്ളനെ പോലെ വരുമ്പോൾ സന്തോഷമാണ്. അവർ കാത്തിരുന്ന ആ ധന്യ നിമിഷമാണ് യേശുവിന്റെ 2ാമത്തെ വരവ്. എന്നാൽ മറുവിഭാഗം വിശ്വാസികൾ, അവർ ഒരിക്കലും കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ജീവിത വിശുദ്ധിയിൽ മുന്നേറിയവരല്ല. അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുത്തിരുന്നു. പക്ഷേ അവർ അക്കാര്യം കാര്യമായി എടുത്തില്ല. ഇന്ന് ചർച്ചിനകത്ത് തന്നെ വേണ്ടതുപോലെ മാനസാന്തരപ്പെടാത്തവരുണ്ട്. വിശ്വാസികളാണ്, നല്ല വിശ്വാസമുണ്ട്. പക്ഷേ മാനസാന്തര സന്ദേശം കേൾക്കുമ്പോൾ അത് തട്ടിക്കളയുന്ന വിശ്വാസികൾ ഇന്ന് ചർച്ചിനകത്തുണ്ട്. അവരെ സംബന്ധിച്ച് കർത്താവ് കള്ളനെ പോലെ വരുമ്പോൾ, അവർ ഒട്ടും വിചാരിക്കാത്ത നാഴികയിൽ ക്രിസ്തു വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? 10 കന്യകമാർ, അവർക്കറിയാമായിരുന്നു മണവാളൻ വരും. ഇവരൊന്നും അവിശ്വാസികളല്ല. വിളക്കും 10 പേർ എടുത്തിരുന്നു, അവിശ്വാസികളല്ല. എണ്ണ മാത്രം കുറവില്ല 5 പേർക്ക്. ആ ഒറ്റ കാരണത്താലാണ് അവർ തള്ളപ്പെട്ടത്. എണ്ണ ജീവിത വിശുദ്ധിയെ, വചനപ്രകാരമുള്ള ജീവിതത്തെ കുറിക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയോട് പറയുകയാണ് 3:3. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച്, ഇത് അവിശ്വാസികൾക്കുള്ള സന്ദേശമല്ല. അതുകൊണ്ട് നീ, ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത്, നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. സ്വർഗീയ പ്രതിഫലം കൊടുക്കുവാനല്ല, പിന്നെയോ ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. അതുകൊണ്ട് അനുദപിച്ച് വിശുദ്ധിയിൽ മുന്നേറുവാനാണ് ദൈവാത്മാവ് സഭയിലെ വിശ്വാസികളോട് നൽകുന്ന മുന്നറിയിപ്പ്. ഇത് നമുക്കും ബാധകമാണ്. നമുക്ക് വിശ്വാസമുണ്ട്, ക്രിസ്തു വരും, കള്ളനെ പോലെ വരും. ഒരു വലിയ ന്യായവിധിയുണ്ട്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാനാണ് കാത്തു സൂക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം. പക്ഷെ ഇവിടെ പത്രോസ് താഴെ ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത്, നാം എത്ര വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം. ഈ കാണുന്ന ഭൂമിയെല്ലാം കത്തിയഴിയുവാൻ പോകുകയാണ്. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് അടുത്തു. അതുകൊണ്ട് നാം, ദൈവമക്കളായ നാം, എത്ര വിശുദ്ധിയുള്ളവരായിരിക്കണം. വെളിപ്പാട് 16:15. വെളിപ്പാട് 16:15. ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ക്രിസ്തുവിന്റെ വരവ് കള്ളനെപ്പോലെയാണ് എന്ന് പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച്. ജീവിത വിശുദ്ധിയെ ആണ് ഇവിടെ വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഗ്നനായി, അത് പാപാവസ്ഥയാണ് കാണിക്കുന്നത്. വിശ്വാസിയാണ്, പക്ഷേ ജീവിത വസ്ത്രം വെണ്മയായി കാത്തു സൂക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കുള്ള സന്ദേശം, ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ. 30 വർഷം ആരാധിച്ചു, സഭയിൽ പോയി, ദൈവമക്കളുടെ കൂട്ടത്തിൽ ആരാധിച്ചു. 30 വർഷം മുമ്പ് സ്നാനപ്പെട്ടു, പാരമ്പര്യ സഭയും മതവും ഒക്കെ വിട്ടു.
എല്ലാവരും ചിന്തിച്ചു, ഇദ്ദേഹവും ഒരു ദൈവ പൈതലാണ്, ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടും. പക്ഷേ ഈ വ്യക്തിക്ക് ചർച്ചിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കും, വിശ്വാസമുണ്ട്. പക്ഷേ രഹസ്യപാപങ്ങൾ ഉണ്ടായിരുന്നു, അതാരും അറിഞ്ഞില്ല. കർത്താവ് വന്നു, ഇദ്ദേഹം എടുക്കപ്പെട്ടില്ല. എന്തായിരിക്കും അവസ്ഥ? ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. നാം ധ്യാനിക്കുന്ന വാക്യം 2 പത്രോസ് 3:10 വീണ്ടും വായിക്കുന്നു. അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ക്രിസ്തു വീണ്ടും വരും. ന്യായവിധി അധർമ്മികൾക്ക്, ശിക്ഷാവിധി അധർമ്മികൾക്ക് നൽകുവാൻ ക്രിസ്തു വരും. വിശുദ്ധരായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എപ്പോൾ ക്രിസ്തു വന്നാലും അവരെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ല. ഏത് സമയത്തും ക്രിസ്തു വരികയാണെങ്കിൽ പോകുവാൻ തയ്യാറായി ജീവിത വസ്ത്രം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ. അവർക്ക് പരിഭ്രാന്തിയില്ല. ഇന്ന് രാത്രി വന്നാലും ഈ നിമിഷം വന്നാലും എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഒരു പരിഭ്രാന്തി ഉളവാക്കുന്നില്ല. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ പ്രത്യേകത, കള്ളനെ പോലെ അവിടുന്ന് വരുമ്പോൾ, അയ്യോ കർത്താവ്, ഞാൻ വേണ്ടതുപോലെ ഒരുങ്ങിയിട്ടില്ല, 1 മണിക്കൂറെങ്കിലും എനിക്ക് അനുദപിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഒരവസരം തരൂ. നോ, ഒരവസരവും ഇല്ല. കാരണം അതുവരെ ജീവിച്ചതിന്റെ കണക്ക് അവിടുത്തെ മുമ്പാകെ നമുക്ക് കൊടുക്കേണ്ടി വരികയും അതിനുള്ള പ്രതിഫലം നമ്മൾ പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ അനുതാപത്തിനോ ഒരു 5 മിനിറ്റ് എനിക്ക് സമയം തരൂ, ഒന്ന് ഒരുങ്ങട്ടെ. ഇന്ന് സാധാരണ സഭയിൽ കർത്തൃമേശയുടെ സമയത്തിൽ, ഇന്ന് സഭയിൽ കർത്തൃമേശ നടത്തുമ്പോൾ അല്പസമയം വിശ്വാസികൾക്ക് സ്വയം ശോധന ചെയ്യുവാൻ അവസരം കൊടുക്കാറുണ്ട്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിലും പാനപാത്രത്തിലും പങ്കാളികളാകുവാൻ. പക്ഷെ അതുപോലെ തന്നെ ശോധന ചെയ്യുവാൻ ഒരവസരം നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. കാരണം കർത്താവ് വരുന്നത് കള്ളനെ പോലെയാണ്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ വരവ് കള്ളനെ പോലെ. ഇവിടെ പത്രോസ് പറയുന്നത് കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിവസം. പഴയ നിയമത്തിലും കർത്താവിന്റെ ദിവസം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലും കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും കർത്താവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ ദൈവജനം പാപം ചെയ്ത് ജീവിക്കുന്നു, അവർക്കുള്ള ശിക്ഷാവിധി നൽകുവാനായി ദൈവം വരുന്നു. അതുപോലെ ജാതികൾ പാപം ചെയ്ത് ജീവിക്കുന്നു, അവർക്ക് ശിക്ഷാവിധി ദൈവം അയക്കുന്നു. അതിനാണ് പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ കർത്താവിന്റെ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില വാക്യങ്ങൾ വായിക്കാം. എന്താണ് കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ? എസെക്കിയേൽ 7:9, നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല, നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല, നിന്റെ മ്ലേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും, കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും. കർത്താവിന്റെ ദിനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം പഴയ നിയമത്തിൽ. വീണ്ടും ഏശയ്യാ 2:11, മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും, കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവ് മാത്രം ആ ദിനത്തിൽ, ദ ഡേ ഓഫ് ദ ലോർഡ്, ഉയർന്നു നിൽക്കും. ഏശയ്യാ 2:17, മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും, അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. കർത്താവിന്റെ ദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം.
യോവേൽ 1:15 കർത്താവിന്റെ ദിവസം സമീപിച്ചിരിക്കുന്നു, ആ ദിനം, ഹാ കഷ്ടം, സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. ജനതകൾക്ക്, സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധി കൊടുക്കുന്ന ദിവസം. യോവേൽ 1:15 കർത്താവിന്റെ ദിവസം സമീപിച്ചിരിക്കുന്നു, ആ ദിവസം, ഹാ കഷ്ടം, സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. യോവേൽ 2:1 യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ ദിവസമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ചില വാക്യങ്ങൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. യോവേൽ 2:1 സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ, ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ, കർത്താവിന്റെ ദിവസം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. വീണ്ടും യോവേൽ പ്രവാചകൻ തന്നെ 2-ാം അധ്യായത്തിൽ 11-ാം വാക്യം കർത്താവിന്റെ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോവേൽ 2:11 തന്റെ സൈന്യത്തിന്റെ മുൻപിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുന്നു, അവിടുത്തെ സൈന്യം വളരെ വലുതാണ്, അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്നവൻ ശക്തനാണ്. കർത്താവിന്റെ ദിവസം മഹത്തും അത്യന്തം ഭയാനകവുമാണ്, ആർക്കതിനെ അതിജീവിക്കാനാകും? കർത്താവിന്റെ ദിവസം മഹത്തും അത്യന്തം ഭയാനകവുമാണ്, ആർക്കതിനെ അതിജീവിക്കാനാകും? വീണ്ടും യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ 2:31 കർത്താവിന്റെ മഹത്തും ഭയാനകവുമായ ദിവസം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ മഹത്തും ഭയാനകവുമായ ദിവസം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. വീണ്ടും യോവേൽ 3:14 വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം, വിധിയുടെ താഴ്വരയിൽ കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം, വിധിയുടെ താഴ്വരയിൽ കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. അത് ന്യായവിധിയുടെ ദിവസമാണ്. സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടും. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. മലാക്കി 3:2 എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? മലാക്കിയും കർത്താവിന്റെ വരവിന്റെ ദിവസം, അവിടുത്തെ വരവിന്റെ ദിവസത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. ഇനി മലാക്കി കർത്താവിന്റെ ദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാസംഹാരത്തെക്കുറിച്ച്, അധർമ്മികളുടെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മലാക്കി 4-ാം അധ്യായം 1 തൊട്ട് അവിടെ ദൈവമക്കൾക്കുള്ള മഹാപ്രതിഫലത്തെക്കുറിച്ചും അധർമ്മികൾക്കുള്ള നിത്യശിക്ഷാവിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. മലാക്കി 4:1 തൊട്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. കർത്താവിന്റെ ദിവസത്തെ മലാക്കി വിശേഷിപ്പിക്കുന്നത് ചൂള പോലെ കത്തുന്ന ദിവസം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിവസം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ ഇനി ദൈവമക്കളോടാണ് പറയുന്നത്, എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. ഇനി അപ്പസ്തോല പ്രവർത്തനം 2:19 അപ്പസ്തോല പ്രവർത്തനം 2:19 ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. പത്രോസ് യോവേൽ പ്രവാചകന്റെ
പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറയുകയാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തിയാൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഭയങ്കരമായ ദിവസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത്, ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും, കർത്താവ് കാണിക്കും. രക്തവും അഗ്നിയും ധൂമ്രപടലവും. 20-ാം വാക്യം, കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദിവസം എന്ന് സൂചിപ്പിച്ചിട്ടുള്ള പല വാക്യങ്ങളും നമ്മൾ വായിച്ചു. ഇനിയും അനേക വാക്യങ്ങൾ വായിക്കാതെ വിട്ടിട്ടുണ്ട്. ഇനി പുതിയ നിയമത്തിലും കർത്താവിൻ്റെ ദിവസം എന്ന് ആവർത്തിച്ച് പറയുന്നു. പുതിയ നിയമത്തിൽ നിന്നാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. 1 തെസ്സലോണി 5-ാം അധ്യായം 2 തൊട്ട്, കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരന്മാരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നന്നായി അറിയാം. പൗലോസും പറയുന്നു, കർത്താവിൻ്റെ ദിനം, രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ ഈ തെസ്സലോനിക്ക വിശ്വാസികൾ കർത്താവ് കള്ളനെ പോലെ ആരോടും മുൻകൂട്ടി അറിയിപ്പ് കൊടുത്താലേ മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാതെ വന്നാലും ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? അവർ എപ്പോഴും കർത്താവിന്റെ വരവിനായി തങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. പൗലോസിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ എല്ലാവരും വിശുദ്ധിയിൽ ജീവിത വസ്ത്രത്തെ അഴുക്കില്ലാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഏത് സമയത്ത് കർത്താവ് വന്നാലും, കള്ളനെ പോലെ കർത്താവ് വന്നാലും ഈ വിശ്വാസികളെ സംബന്ധിച്ച് കുഴപ്പമില്ല. കാരണം അവർ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ പുറത്താക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ഒരിക്കലും ഉൾപ്പെടുകയില്ല. കാരണം തെസ്സലോനിക്ക ലേഖനം 1-2 ലേഖനങ്ങൾ വായിച്ചാൽ അപ്പസ്തോലനായ പൗലോസ് ആ സഭയിലെ വിശ്വാസികളെ പ്രശംസിക്കുന്നുണ്ട്. അത്രയും മാതൃകയുള്ള വിശ്വാസികളാണ് അവർ. അവരെ സംബന്ധിച്ച് അർദ്ധരാത്രിയിൽ ക്രിസ്തു വന്നാലും എപ്പോൾ വന്നാലും അവർ റെഡിയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. പൗലോസിന് ഉറപ്പുണ്ട്, ഇവർ അന്ധകാരത്തിലല്ല, വെളിച്ചത്തിന്റെ മക്കളാണ്, വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഇവർ നിശ്ചയമായും എടുക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. നാം ധ്യാനിക്കുന്നത് 2 പത്രോസ് 3:10 വീണ്ടും വായിക്കുന്നു. കർത്താവിന്റെ ദിനം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. കർത്താവിന്റെ ദിനം അത് കള്ളനെ പോലെയാണ്. ലോകജനത കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒട്ടും കാര്യമാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോദോം ഗൊമോറ, അവിടെ ജീവിച്ചിരുന്ന ജനങ്ങളെപ്പോലെ ധാരാളം ആളുകൾ ഇന്ന് കർത്താവിന് പ്രകോപനപരമായ പാപങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് അതിനെക്കുറിച്ച് അല്പം പോലും ചിന്തയില്ലാതെ ലൗകികരായി കഴിയുകയാണ്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. ധാരാളം ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്തുവിൽ വിശ്വാസമില്ലാതെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സോദോം ഗൊമോറയിലെ ജനങ്ങളെക്കാളും
വഷളത്വം നിറഞ്ഞ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ദൈവവിശ്വാസമില്ലാത്ത ധാരാളം ക്രിസ്ത്യാനികൾ ഇന്നുണ്ട്. അവർ ക്രിസ്ത്യാനികളല്ല, പക്ഷേ എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് രാത്രിയിൽ ദൈവമക്കളെ സംബന്ധിച്ച് കർത്താവിന്റെ ദിനം നമ്മുടെ റെസ്പോൺസ് എന്താണ്? നമുക്കറിയാം ക്രിസ്തു വരും. ലോകജനതയ്ക്ക് അക്കാര്യത്തെക്കുറിച്ച് സംശയമാണ്, വരുമോ വരാതിരിക്കുമോ. ക്രിസ്തുവിന്റെ കാന്തയ്ക്ക് ഒരു സംശയവുമില്ല, മണവാളൻ വരും, വരാനിരിക്കുന്നവൻ വരും. മാറ്റമില്ല, അവിടുത്തെ വാഗ്ദാനങ്ങൾക്കൊന്നും മാറ്റമില്ല. ക്രിസ്തു വരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വന്നു. ഇനി വരുന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അല്ല, രാജാതി രാജാവായി ന്യായാധിപനായി വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവരവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ എന്റെ പക്കലുണ്ട്. ദൈവമക്കളായ നമ്മൾ കർത്താവിന്റെ വരവ് എന്ന് കേൾക്കുമ്പോൾ, ക്രിസ്തു കള്ളനെ പോലെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ റെസ്പോൺസ് എന്താണ്? അത് വിശുദ്ധ ജീവിതമാണ്. അത് പത്രോസ് താഴെ പറയുന്നുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 തൊട്ട്. കാലതാമസത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് തിരുവചനം ആവർത്തിച്ച് പറയുന്നു. നമ്മളത് വായിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ആകെ വേവലാതി, ടെൻഷൻ നിറഞ്ഞ അവസ്ഥയിലല്ല ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ നാം കാണപ്പെടേണ്ടത്. അയ്യോ, വല്ലാത്ത പ്രലോഭനം, പാപം, അതിന് നടുവിൽ ഞാൻ പെട്ടുപോയി, അങ്ങനെ നിലവിളിക്കുന്ന സമയത്തല്ല ക്രിസ്തു നമ്മെ ചേർക്കാൻ വരേണ്ടത്. പിന്നെയോ, പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാനല്ല, നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ 2ാമത്തെ വരവ് അവിശ്വാസികൾക്ക് ഭയങ്കര നെടുക്കം സമ്മാനിക്കുന്ന ദിവസം. 2000 വർഷം മുമ്പ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്നത്തെ മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ കൂടി, പടയാളികളും ചേർന്ന് ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. പക്ഷെ ഈ ക്രിസ്തു വീണ്ടും ന്യായാധിപനായി അവരെ ശിക്ഷാവിധിയിലേക്ക് തള്ളിയിടുവാൻ വരും. അക്കാര്യം അവർക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ക്രിസ്തുവിന്റെ വരവ്, കളനെ പോലുള്ള അവിടുത്തെ വരവ് ദൈവമക്കൾക്ക് മഹാ സന്തോഷം വരുത്തുന്ന ദിവസമാണെങ്കിൽ
അവിശ്വാസികൾക്കും ക്രിസ്തു നിഷേധികൾക്കും ക്രിസ്തു വിരോധികൾക്കും എത്ര പരിഭ്രാന്തി സമ്മാനിക്കുന്ന ഒരു ദിവസമാണ്. വെളിപ്പാട് 1-ാം അധ്യായം 6-7 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിച്ച വാക്യം ബോബിന സിസ്റ്റർ ഒന്ന് വായിക്കാം. 2 പത്രോസ് 3:10. 2 പത്രോസ് 3:10 ഒന്ന് വായിക്കാം. 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഈ വാക്യത്തിന്റെ തുടർന്നുള്ള ഭാഗം മറ്റൊരു ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇപ്പോൾ ബോബന സിസ്റ്റർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയാം. ഹല്ലേലൂയ. സ്തുതി, സ്തോത്രം. നന്ദി ദൈവമേ, നന്ദി ദൈവം. നിത്യനും പരിശുദ്ധനും അങ്ങേക്ക് ആരാധന, സ്തുതി, സ്തോത്രം. സർവ്വമഹത്വവും അങ്ങേക്ക്.